നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രബീന്ദ്രനാഥ് ടാഗോറിന്റെ ദി ആസ്ട്രോണോമർ എന്നൊരു കവിതയെക്കുറിച്ചാണ്. ടാഗോറിന് കുട്ടികളുടെ ഭാവനയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു, അല്ലേ? അദ്ദേഹത്തിന്റെ ഈ കവിത ശരിക്കും ഒരേ ലോകത്തെ, പക്ഷേ രണ്ട് വ്യത്യസ്ത കണ്ണുകളിലൂടെ, രണ്ട് മനസ്സുകളിലൂടെ കാണുന്നതിന്റെ ഒരു കഥയാണ്. അപ്പോ എന്താണ് ഈ രണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം? നമുക്കൊന്ന് നോക്കാമല്ലേ? പ്രശസ്തനായ എഡ്വിൻ ഹബിൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ അറിയാനുള്ള ഒരു വലിയ സാഹസിക യാത്രയാണ്. അതായത് നമ്മുടെ കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക്, നാവ് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ഒരു വലിയ പര്യവേക്ഷണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഭാവനയും അല്ലെങ്കിൽ ആ ഒരു അത്ഭുതവും ശാസ്ത്രീയമായ യാഥാർത്ഥ്യങ്ങളുമായി നേർക്കുനേർ വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു ക്ലാഷ്, അതാണ് ഈ കവിതയുടെ ശരിക്കുള്ള ഹൃദയം. അപ്പോ ഈ കവിതയുടെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. രണ്ട് സഹോദരന്മാർ, അവർ തമ്മിൽ സംസാരിക്കുന്നു, അത്രയുള്ളൂ. പക്ഷേ ഈ ഒരു സാധാരണ സംഭാഷണത്തിലൂടെ ടാഗോർ നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്നോ? ലോകത്തെ നോക്കിക്കാണാനുള്ള രണ്ട് വഴികളാണ്, തീർത്തും വ്യത്യസ്തമായ രണ്ട് വഴികൾ. അപ്പൊ എന്താണ് ആ രണ്ട് വഴികൾ? ഇതാണ് ഈ കവിതയിലെ പ്രധാന കോൺട്രാസ്റ്റ്. ഒരു സൈഡില് ഒരു കുട്ടിയുടെ ലോകം, അത്ഭുതം, ഭാവന, വികാരങ്ങൾ എല്ലാം നിറഞ്ഞ ഒരു ലോകം. ഇനി മറുഭാഗത്ത് നോക്കിയാലോ? അവന്റെ ചേട്ടൻ, അവന്റെ ലോകം ലോജിക്കിന്റേതാണ്, ഫാക്ട്സിന്റേതാണ്, കാരണങ്ങളുടേതാണ്, കംപ്ലീറ്റ്ലി ഡിഫറന്റ്. അപ്പോ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. സന്ധ്യാസമയം, ആകാശത്ത് നല്ല ഭംഗിയുള്ളൊരു പൂർണ്ണചന്ദ്രൻ. താഴെ ഒരു മാതളമരത്തിന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഒരു കുട്ടി നിൽക്കുകയാണ്. അവന്റെ മനസ്സിൽ വളരെ കാവ്യാത്മകമായ ഒരു ചോദ്യം വരുന്നു. എങ്ങനെയുണ്ടാ സങ്കല്പം? ആകാശമൊരു വലിയ ക്യാൻവാസ്, ചന്ദ്രൻ ആ മരക്കൊമ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്വർണ്ണപ്പഴം. അങ്ങനെയൊക്കെ കാണാൻ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ഭാവനയ്ക്ക് മാത്രമേ കഴിയൂ. പക്ഷേ ഈ ചോദ്യം കേട്ടതും ചേട്ടന്റെ മറുപടി വേറെ ലെവലായിരുന്നു. അവൻ ആ കുട്ടിയുടെ അത്ഭുതത്തെ നേരിട്ടത് സ്കൂളിൽ നിന്ന് പഠിച്ച സയൻസ് വെച്ചിട്ടാണ്. കേട്ടില്ലേ ആ ഒരു പുച്ഛം? കുട്ടിയുടെ ഭാവനയെ ഒരു പരിഹാസത്തോടെയാണ് ചേട്ടൻ നേരിടുന്നത്. ശരിക്കും ഇവിടെ വെച്ചാണ് ആ രണ്ട് ലോകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. അപ്പോ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ മരക്കൊമ്പിൽ കുടുങ്ങിയ ഒരു ഭംഗിയുള്ള വസ്തുവല്ല, അല്ല. അത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള കൃത്യമായ അളവൊക്കെയുള്ള ഒരു ആകാശഗോളം മാത്രമാണ്. പക്ഷേ കുട്ടി വിട്ടുകൊടുത്തില്ല. ഇവിടെയാണ് അവന്റെ ബ്രില്യൻസ് നമ്മൾ കാണുന്നത്. അവന്റെ ലോകത്ത് ദൂരം അളക്കുന്നത് കിലോമീറ്ററിലല്ല, സ്നേഹത്തിലാണ്, വൈകാരികമായ അടുപ്പത്തിലാണ്. അമ്മ ജനലിനപ്പുറം കുറച്ച് ദൂരെയാണെങ്കിലും സ്നേഹം കൊണ്ട് തൊട്ടടുത്തല്ലേ? അതുപോലെ തന്നെയാണ് അവന് ചന്ദ്രനും. കുട്ടിയുടെ ആ ഇമോഷണൽ ലോജിക്കിനു മുന്നിൽ ചേട്ടനൊന്ന് പതറി. അപ്പോ അടുത്ത ആയുധമെടുത്തു, അടുത്ത ശാസ്ത്രീയവാദം. ഓക്കെ, ദൂരമല്ല പ്രശ്നമെങ്കിൽ ചന്ദ്രന്റെ ആ ഭീമാകാരമായ വലിപ്പം നോക്ക്, അതെങ്ങനെ ഒരു വലയിൽ ഒതുക്കാനാ? കുട്ടിയുടെ അടുത്ത മറുപടികൾ വെറും മണ്ടത്തരങ്ങളായി കാണരുത്. അത് അവന്റെ പേഴ്സണൽ അനുഭവങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും വരുന്ന വളരെ ലളിതമായ സത്യങ്ങളാണ്. എങ്ങനെയുണ്ട് ആ മറുപടി? അടുത്തേക്ക് വരുമ്പോൾ വസ്തുക്കൾ വലുതായി കാണുമെന്ന ചേട്ടന്റെ ലോജിക്കിനെ സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുന്ന ഒരമ്മയുടെ മുഖം വെച്ചാണ് ആ കുട്ടി നേരിടുന്നത്. ആ ഒരു നിമിഷത്തിൽ വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ല, സ്നേഹം മാത്രമേയുള്ളൂ. കുട്ടിയുടെ ഈ ഇമോഷണൽ ലോജിക്കുമായി കണക്ട് ചെയ്യാൻ ചേട്ടന് പറ്റുന്നില്ല, അല്ലെങ്കിൽ അയാൾക്കതിന് താൽപ്പര്യമില്ല. വീണ്ടും വീണ്ടും ഒരേ വാക്ക് വിഡ്ഢി വിഡ്ഢി എന്ന് വിളിച്ച് ആ അത്ഭുതത്തെ അടിച്ചമർത്താൻ നോക്കുകയാണ്. അപ്പോ ഈ സംഭാഷണത്തിനപ്പുറം ടാഗോർ ശരിക്കും എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ഇവിടെ ആരാണ് ശരി, ആരാണ് തെറ്റെന്ന് പറയാൻ നോക്കുകയല്ല, മറിച്ച് രണ്ട് തരം അറിവുകളെ നമുക്ക് മുന്നിൽ വയ്ക്കുകയാണ്. അതെ, ഒരു കാഴ്ചപ്പാട് ലോകത്തെ അളവുകളിൽ കാണുന്നു, ദൂരം, വലിപ്പം, അങ്ങനെയെങ്ങനെ. മറ്റേ കാഴ്ചപ്പാട് ലോകത്തെ കാണുന്നത് ഗുണങ്ങളിലൂടെയാണ്, സ്നേഹം, ഭാവന, ഇവയിലൂടെയൊക്കെ. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മുതിർന്നവരുടെ ഈ ലോജിക്കൽ അറിവ് കുട്ടികളുടെ ആ നിഷ്കളങ്കമായ അത്ഭുതങ്ങളെ ഇല്ലാതാക്കും. പക്ഷെ ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാഴ്ചപ്പാടുകൾക്കും അതിൻ്റേതായ വിലയുണ്ട്. ഇതാണ് ഈ കവിതയുടെ കാതൽ. നമ്മൾ ശാസ്ത്രീയമായ അറിവുകൾ നേടുന്ന തിരക്കിൽ ലോകത്തെ അത്ഭുതത്തോടെ നോക്കിക്കാണാനുള്ള നമ്മുടെ കഴിവെവിടെയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ? ഒരുതരം അറിവ് നേടുമ്പോൾ അത്രതന്നെ വിലപ്പെട്ട മറ്റൊരു തരം അറിവ് നമുക്കറിയാതെ നഷ്ടപ്പെടുന്നുണ്ടാകാം. ഈ ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്നതാണ്.
അറിവിനായുള്ള നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ വസ്തുതകൾക്കും കണക്കുകൾക്കും അപ്പുറമുള്ള ഏത് ഭംഗിയാണ്, ഏത് അത്ഭുതമാണ് നമ്മൾ കാണാതെ പോകുന്നത്? നമുക്കൊന്ന് ചിന്തിക്കാമല്ലേ?